ചില മാതാപിതാക്കൾ പറയണ കേട്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ച സങ്കടങ്ങളൊന്നും എൻ്റെ മകനോ മകളോ അനുഭവിക്കരുത്, അതുപോലെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാ, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയതെന്നൊക്കെ. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ ഈ കഷ്ടപ്പാടൊന്നും അറിയിക്കാതെ അവർ ആഗ്രഹിക്കുന്നതിന് മുമ്പ് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു കാര്യത്തെയും സാധിച്ചെടുക്കാനുള്ള ഒരു പവർ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവർക്കൊരു പ്രോബ്ലം ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാനും കൺഫ്യൂഷനായിരിക്കും. അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാ കാലത്തും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ ഈ മാതാപിതാക്കൾക്ക് പറ്റില്ല. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ഇവരുടെ അടുത്തുനിന്ന് മാറേണ്ടി വരും. ആ മാറുന്ന സമയത്ത് ഈ കുട്ടികൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യും. ഈ ലൈഫിൽ അത്രയും കാലം ചെയ്യേണ്ടിയിരുന്ന സ്ട്രഗിൾ മുഴുവനും ആ ഒരൊറ്റ പോയിന്റിൽ അവർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം, പക്ഷേ അതിനൊരു പരിധി വയ്ക്കുക. അപ്പോൾ ആ കുട്ടികളും ഈ ഗുണദോഷങ്ങൾ അറിഞ്ഞ് കുറേശ്ശെ അറിഞ്ഞ് വലുതാകുമ്പോൾ അവർക്ക് കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യാനുള്ളൊരു ബോധം, അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ അവർക്ക് പറ്റും. ഓക്കെ, ഇതെൻ്റെ ഒരു ചിന്തയാണ്, ഞാൻ കണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, എൻ്റെ അടുത്ത് വരുന്നവർ പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മയുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അച്ഛൻ്റെ ഫീലിങ്സ് ഈ കുട്ടിക്ക് മനസ്സിലാവില്ല. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഒരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടിട്ട് ബസ് കയറിപ്പോയി. ഒരു തയ്ക്കുന്ന കടയിലാണ് അവർ കേട്ടോ. തയ്യൽ കടയിൽ രാവിലെ പോകും, തയ്ച്ചിട്ട് തിരിച്ച് ബസ് കയറി സന്ധ്യയ്ക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 കുട്ടികളുണ്ട്. ഈ 3 കുട്ടികളും അവരെ തിരിഞ്ഞ് നോക്കില്ല. അവർക്ക് 3 പേർക്ക് മൊബൈലുണ്ട്. ഹസ്ബൻഡ് അത്രയും കൂടെ തിരിഞ്ഞ് നോക്കില്ല. ആളും ജോലി കഴിഞ്ഞിട്ട് വന്നേക്കണാണ്. ഇവർ പറയുകയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ബോറടിച്ചു, എന്തിനെങ്കിലും ജീവിക്കണമെന്ന് തോന്നണമെന്ന്. അത് അവരുടെ കുറ്റമല്ല. ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചു, അത് ആ കുട്ടികളുടെ കുറ്റാണോ നിങ്ങളുടെ കുറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറയുകയാണ്, കുട്ടികളുടെ കുറ്റാണ്, ഞാൻ വരുമ്പോൾ ഒന്ന് നോക്കണ്ടേ അവർ, ഞാൻ അമ്മയല്ലേ എന്ന്. അത് അവർക്ക് തോന്നണമെങ്കിൽ അവരിത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വരണേന്ന് ആ കുട്ടികൾ അറിയണ്ടേ. ആ കുട്ടികൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇവരിത്രയും കഷ്ടപ്പെടുന്നുണ്ടെന്ന്. അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുത്തപ്പോൾ അവരത് അറിയിപ്പിച്ചു. ഈ കുട്ടികളെയും കൊണ്ട് ഒരു ദിവസം കടയിൽ പോയി. ഇപ്പോഴാണ് അവരറിയണത് ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഈ അമ്മ തിരിച്ചു കയറി വരണേന്ന്. മാറ്റം ഉണ്ടായിട്ടോ. അവരറിയുന്നില്ല, കുട്ടികൾ അറിയുന്നില്ല, അതുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറിയത്. ഓക്കെ, ഇത് തന്നെയാണ് ഒരുപാട് പേരുടെ ലൈഫിൽ. ഇതിപ്പോൾ ഒരാളുടെ കാര്യം എൻ്റെ അറിവിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ മുന്നിലേക്ക് വന്നൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ഒരുപാട് പേരുടെ കാര്യത്തിൽ നടക്കുന്നുണ്ട്, ലൈഫിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ അറിയുന്നില്ല എന്നുള്ളത് അവരുടെ തെറ്റല്ല, അത് അറിയിക്കാതിരിക്കുന്നവരാണ് തെറ്റുകാർ. അപ്പോൾ ഇതെൻ്റെ ഒരു ചിന്തയാണ്, എൻ്റെ അനുഭവമാണ്. നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ശരിയാണെങ്കിൽ എഗ്രി ചെയ്യുക. ഓക്കെ, അപ്പോൾ കാണാം. ബൈ.